മുക്കോണ രീതിയിൽ വാഴ വെച്ചതിൽ ഇന്ന് 76 ദിവസം സൃഷ്ടിയാവുന്നു. അതിൻ്റെ വരവ് നോക്കുക. ജൈവ രീതിയാണ്. ആ സ്റ്റാർട്ടിങ്ങിലിട്ട വളം മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്നും ഡിസ്റ്റർബൻസ് ചെയ്തിട്ടില്ല. മണ്ണ് ഫ്രഷ് ആയതുകൊണ്ട് നല്ല മണ്ണാണ്. 10-15 വർഷം സാറ് ഇത് മറ്റേ കൃഷിയൊന്നും ചെയ്യാത്ത മണ്ണായതുകൊണ്ട് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇതിൽ 3 വെച്ചതാണ്. പക്ഷേ ഒരാളെ പഴിച്ചുള്ളൂ, ബാക്കി 2 ഡിസ്ട്രോയറായി. പക്ഷേ ആ ഒരാൾ നല്ല രീതിയിൽ തന്നെ വരുന്നത്. ഈ 3 വാഴ അതേ ഗ്രോത്തിൽ തന്നെ വരുന്നത്. ഒരു വാഴ നിന്നാലും 3 വാഴ നിന്നാൽ ഒരേ ഗ്രോത്ത്. അപ്പോൾ അവർക്ക് 3 പേർക്കും ഒപ്പം ആഹാരം മണ്ണിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഒരേപോലെ അത് മണ്ണിൻ്റെ ഗുണങ്ങളാണ്. ഇത് റോബസ്റ്റാണ്. ഒരു 500 റോബസ്റ്റും ഒരു 500 ഞാലിപ്പൂവനാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. കേട്ടോ, ഇതൊന്നും നല്ല ഹൈറ്റാണ് വന്നിരിക്കുന്നത്. 8 അടി 9, 10 അടി വരയ്ക്കും അതിൻ്റെ ഹൈറ്റ് പോയിട്ടുണ്ട്. നല്ല വീതിപ്പാടുള്ള ഇലകളാണ്. ഒരു പ്രോബ്ലം ഇല്ലാത്ത ഇലകളാണ്. അത് അപ്പുറത്തെല്ലാം ഞാലിപ്പൂവനാണ്. നല്ല ഞാലിപ്പൂവനാണ്. ആ സൈഡിൽ നിന്ന് കാണുന്നത്, ആ സൈഡ് അവിടെ സൂര്യൻ ആ സൈഡിലേക്ക് പോയതുകൊണ്ടേ നമുക്ക് ക്യാമറയിൽ തെളിച്ചായിട്ട് കാണാൻ കഴിയുന്നില്ല. അതിൻ്റെ ഈ വട്ടപ്പാത്തിൻ്റെ ഈ പയർ കുത്തിയിട്ടാണ്. പയറിൽ അതെങ്ങനെ അങ്ങോട്ട് കൊലകൊലയായിട്ട് അങ്ങ് വന്നിരിക്കുകയാണ്. ഒരു പ്രാവശ്യം പറിച്ച് 20 കിലോ അതുകൊണ്ട് കൊടുത്ത് 50 രൂപ വെച്ച് കിട്ടി. ഇനി വീണ്ടും ഇപ്പോൾ ഒരാഴ്ചനുള്ളിൽ വീണ്ടും പറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാ അല്ലേ പയർ കണ്ടില്ലേ, പയർ കണ്ടില്ലേ. ഇതാ ഇത് അങ്ങോട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് കഴിഞ്ഞാൽ എല്ലാം പയറാണ്, മൊത്തം പയറാണ്. പറിക്കാൻ നിറയുണ്ട് അല്ലേ. ഓണത്തിനൊരു പറിക്കും. അതിൻ്റെ മുന്നേ ഒന്ന് പറിച്ചാലാണ് ഇവർ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ മുതലേ മൂത്ത് പോകും.